നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് അറിയോ? കല്ലുമ്മക്കായ് നിറച്ചാണേ. കോഴിക്കോടിൻ്റെ പല പ്രദേശത്തും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ കല്ലുമ്മക്കായാണ് മേടിച്ചത് കേട്ടോ. 1 കിലോ കല്ലുമ്മക്കായ് ചെറിയതാണെങ്കിലും നല്ല ഇറച്ചിയുള്ള കല്ലുമ്മക്കായാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ 1 കിലോ കല്ലുമ്മക്കായ മേടിച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് അരി എടുത്ത് അരി കുതിർത്ത് വെച്ചവിടെ. അതിന് ശേഷം കുറച്ച് ചെറിയ തേങ്ങ, അതുപോലെ തന്നെ ചെറിയുള്ളി, പച്ചമുളക്, ജീരകം, പെരുംജീരകം ഇതെല്ലാം എന്ത് ചെയ്യണം, ആ കുതിർത്ത അരിയിലിട്ടിട്ട് മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കും. അങ്ങനെ ഇത് അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് അരിപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റായിരിക്കണം. അങ്ങനെ നമ്മൾ ഈ കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈറ്റ് വേണം. അതിന് വേണ്ടി കുറച്ച് അരിപ്പൊടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യണം, അങ്ങനെ കല്ലുമ്മക്കായ നമ്മൾ പൊളിച്ച് കേട്ടോ, പച്ചയെ തന്നെയാണ് പൊളിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആവിയിലിട്ടത് വേവിപ്പിക്കണം. ആ പച്ചയെ തന്നെ പൊളിച്ച് ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് അരച്ച് വെച്ച ആ മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യണം. നല്ല കറക്റ്റായിട്ട് കല്ലുമ്മക്കായ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഫില്ല് ചെയ്യുക. പിന്നെ ഈ മഴ സീസണല്ലേ, ഈ മഴ സീസണിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ വൈകുന്നേരം ഈ എണ്ണക്കടി ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ തന്നെ തിന്നുകയെന്ന് പറഞ്ഞാൽ അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ നമ്മൾ ഈ ഫില്ല് ചെയ്ത ഈ കല്ലുമ്മക്കായ എല്ലാം നമ്മൾ ഇനിയിപ്പോൾ ആവിയിൽ വേവിക്കാൻ പോവുകയാണ്. ആവിയിൽ വേവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഴക്കട്ട എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് അതേ പ്രൊസീജിയറിന് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായി വെച്ചിട്ട് ഏകദേശം നമുക്കൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഘട്ടം അത് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് വേവിച്ച നമ്മൾ ഈ കല്ലുമ്മക്കായ് ആ തൊലിയെല്ലാം പോക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഈ ഐറ്റംസെല്ലാം എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. വൈകുന്നേരം മിക്കവാറും ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും തട്ടുകടയിൽ കയറാറുണ്ട്. അന്നേരം നമ്മൾ ഈ ഫേവററ്റായ കല്ലുമ്മക്കായാണ് അധികവും കഴിക്കാറ്. ചില ദിവസങ്ങളിൽ ചില തട്ടുകടയിൽ ഈ ഐറ്റം കിട്ടാറില്ല. അപ്പം കുറച്ച് വിഷമാണെങ്കിലും ഉഴുന്ന് വടയിലങ്ങ് ഒതുക്കും. അങ്ങനെ നമ്മളെ ഫ്രൈ പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കുറച്ച് ഇതുണ്ടല്ലോ കറിവേപ്പില ഒന്ന് വിതറി അതിലേക്ക് നമ്മളെ ഈ മിക്സ് ചെയ്ത മുളക് പുരട്ടിയ ഈ കല്ലുമ്മക്കായ എടുത്തിട്ട് ഒന്നുമില്ല, നമ്മളിത് എല്ലാം എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഏകദേശം നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലെത്തി കേട്ടോ. ഇനി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ആരും സ്കിപ്പ് ചെയ്തല്ലേ, ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാനത് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. നിങ്ങളിത് വീട്ടിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കണം. അപ്പം നല്ല ഫ്രൈ ചെയ്ത് നമ്മളൊരു വാഴ ഇലയിലേക്ക് അത് മാറ്റി ഇനി തുറന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യും. ഓ യാ മോനെ, എടുക്ക്, നിൽക്കുമൊന്ന് വലുത് നോക്കിയിട്ട് എടുക്ക്, കടിക്ക്. അയ്യവ, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പം മസ്റ്റായിട്ട് ഉണ്ടാക്കുക. പിന്നെ വീഡിയോ കാണാത്തവരെല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.